ബഹുമാന്യയായ നമ്മുടെ MLA ശ്രീമതി ദലീമ ജോജോ, ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉൾപ്പെടെ എല്ലാ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളും, മുൻ MP ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ, DHS ഉൾപ്പെടെ എല്ലാ പ്രിയ സഹപ്രവർത്തകരും, DMO, DPM, ആർദ്രം നോഡൽ ഓഫീസർ, സൂപ്രണ്ട് ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു നാടിൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇത്. തുറവൂർ ആശുപത്രി NHന്റെ സൈഡിലുള്ള ആശുപത്രിയാണ്. ഇപ്പോഴും യൂട്യൂബിൽ 10 വർഷം മുൻപുള്ള വീഡിയോകൾ കിടപ്പുണ്ട്. 10 വർഷം മുൻപ് തുറവൂർ ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത്. അടിസ്ഥാന സൗകര്യമില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കട്ടെ, ദേശീയപാത ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു മിനിമം കെയർ കൊടുക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ആശുപത്രി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഏറ്റവും വലുതായിട്ട് വലച്ചിരുന്നത്. അവിടെ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ 51 കോടിയിലധികം രൂപ അനുവദിച്ച് പുതിയ കെട്ടിടത്തിന് നമ്മൾ തറക്കല്ലിട്ടു. ഞാൻ ഈ 2023 തുറവൂർ ആശുപത്രി സന്ദർശിച്ചിരുന്നു. തുറവൂർ ആശുപത്രി സന്ദർശിച്ച് നേരിട്ട് അവിടെ എത്തി ആളുകളെ കാണുകയും, ഒരു OP സമയത്താണ് എത്തിയത്. അവിടെ എല്ലാവരെയും കാണുകയും, ബഹുമാനപ്പെട്ട MLAയും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനീയനായിട്ടുള്ള MP ശ്രീ ആരിഫ് അദ്ദേഹവും ഉണ്ടായിരുന്നു. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എല്ലാം വന്ന് ആളുകളോട് സംസാരിച്ചു, ആരോഗ്യ പ്രവർത്തകരോട് സംസാരിച്ചു. ഈ നിർമ്മാണത്തിന് ഒരുപാട് പ്രതിസന്ധികളും നേരിട്ടു, ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടു. ആ പ്രതിസന്ധികളുടെ കുരുക്കുകൾ അഴിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ തുറവൂർ. ഇപ്പോൾ ആലപ്പുഴ ജില്ല മാത്രം നമ്മൾ എടുത്താൽ, കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്തു തുറവൂര്. അതുപോലെ തന്നെ ഇനി കായംകുളം, ചേർത്തല എന്നു വേണ്ട എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, അമ്പലപ്പുഴയാകട്ടെ, ആലപ്പുഴയാകട്ടെ, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പുതിയ കാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായി. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ട്രോമ യൂണിറ്റും സജ്ജമായിട്ടുണ്ട്. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുക, ആവശ്യത്തിന് മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത്. ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന് ആശുപത്രിയുടെ വരാന്തയിൽ ചെല്ലുമ്പോഴേ ആവശ്യപ്പെടുന്ന സ്വകാര്യ കുത്തകളുടെ സ്ഥാനത്ത് ഒരു രൂപയും ഇല്ലെങ്കിലും രോഗത്തിന് മുന്നിൽ നിസ്സഹായരാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ സംവിധാനം, ആ സർക്കാർ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ സ്വകാര്യ കുത്തകളുടെ പണം ഉൾപ്പെടെ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ നടത്തുന്ന ആൻജിയോപ്ലാസ്റ്റികളുടെ എണ്ണം 200ആണ്. സ്വകാര്യ ആശുപത്രികളിൽ 5-6 ലക്ഷം രൂപ, സർക്കാരിലോ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റെൻറ്റിൻ്റെ പൈസ മാത്രമോ 60,000 രൂപ ഒരു സ്റ്റെൻറ്റിന്, പരമാവധി 2 സ്റ്റെൻറ്റിൻ്റെ 1,20,000 രൂപ. അപ്പം അങ്ങനെ ആ വ്യത്യാസം നോക്കൂ. 6 ലക്ഷം, 60,000 സൗജന്യമായിട്ട്, അല്ലെങ്കിൽ 60,000 കാർഡില്ലെങ്കിൽ. ഡയാലിസിസോ ഒരു ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ 3000 ഡയാലിസിസ് ചെയ്യുന്നു കേരളത്തിലെ സർക്കാർ ആശുപത്രി. എവിടെയാണ് നഷ്ടമുണ്ടാകുന്നത്? ചില സ്വകാര്യ മേഖല ആശുപത്രികൾ, മിഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില ആശുപത്രികളുണ്ട് ലാഭേച്ഛയില്ലാതെ. എന്നാൽ ഈ അങ്ങനെ അല്ലാത്ത ആശുപത്രികളുണ്ട്. ഈ 3000 ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതാണ്, അത് സർക്കാർ ആശുപത്രി സൗജന്യമായി ചെയ്യുന്നു. എവിടെയാണ് നഷ്ടമുണ്ടാകുന്നത്? ആർക്കാണ് അതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടാകുന്ന? ആർക്കാർക്കാണ്? ജനങ്ങൾക്കാണ്, ആളുകൾക്കാണ് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ സർക്കാർ സംവിധാനത്തെ തകർക്കുക. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ആ ഭാഗം സംസാരം അവസാനിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ 600 പരാതികളാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ സർക്കാരിൽ അതിൽ 600 പരാതികളിൽ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ചാണ് നമുക്കത് പോലീസിലേക്ക് കൊടുക്കുക, അത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ സർക്കാരിലാണെങ്കിൽ നമ്മൾ അന്വേഷണം നടത്തും, വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കും, അങ്ങനെയാണ്. അപ്പോൾ 600 പരാതി സ്വകാര്യ ആശുപത്രികളിൽ, സർക്കാർ സംവിധാനത്തിലോ 47 പരാതികൾ.
പക്ഷേ ഇവിടെ പ്രചരണം എങ്ങനെയാണ്? സർക്കാർ ആശുപത്രികൾ തകരുന്നു എന്നുള്ളതാണ്. 600ന്റെ സ്ഥാനത്ത് ഒരു പരാതി പോലും ഉണ്ടാകാൻ പാടില്ല. സർക്കാർ 47 ആണെങ്കിലും ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ആശുപത്രി. കാരണം സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള കൂടുതലും അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. പക്ഷേ ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ തളർന്നു പോകില്ല. ഇത് നമ്മുടെ നയമാണ്, സർക്കാരിൻ്റെ നയമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയമാണ്. നേരിട്ട് അവിടെ എത്തണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട MLA ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് രാവിലത്തെ പരിപാടികൾ അവിടെ തുറവൂരിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഇങ്ങോട്ട് ആലപ്പുഴയുടെ കിഴക്കേ അറ്റത്ത് വരെ തെക്കേ അറ്റത്ത് വരെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ എത്താൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കട്ടെ, സന്തോഷം അറിയിക്കട്ടെ. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. 10 വർഷം മുൻപുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്ത് നോക്കുമ്പോഴാണ് ഈ വ്യത്യാസം എത്രയുണ്ട് എന്നുള്ളത്. അന്ന് അതിപ്പോൾ ഓർമ്മയില്ല, എല്ലാവരുടെ ഓർമ്മയിലുണ്ട്, അതിപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്, മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ യാത്രയായിരുന്നു, പ്രത്യേകിച്ച് തുറവൂർ. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായിട്ട് ട്രോമ സെൻറ്ററിനാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. മൈനർ OT ഉണ്ട് ഇവിടെ, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ, ഫാർമസി എന്നിവയൊക്കെ ഉണ്ട് അവിടെ. രണ്ടാമത്തെ നില ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയമാണ്. 3 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇവിടെ ഉള്ളത്. IOT ഉണ്ട്, ഒഫ്താൽമോളജിയുടേത്, ജനറൽ OT ഉണ്ട്, ട്രോമ OT ഉണ്ട് എന്നിവയും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളും ICU യൂണിറ്റൊക്കെ ഇവിടെയുണ്ട്. 3 മുതൽ 5 നിലകളിൽ വാർഡുകൾ, 150 കിടക്കകളോട് കൂടിയിട്ടുള്ള വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രോമ കെയർ, കാഷ്വാലിറ്റി ഉണ്ട്, സർജറി ഉണ്ട്, ഓർത്തോ, ഒഫ്താൽമോളജി, ENT, ഡെർമറ്റോളജി എന്നിവയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ആരും ഇവിടെ വരാതിരിക്കട്ടെ, ആർക്കും രോഗവും അസുഖവും അപകടമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ആശ്രയിക്കാം. ഇവിടെ ഒരു ആശുപത്രിയുണ്ട്, നിങ്ങളോട് പണം ചോദിക്കില്ല, നിങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടോ എന്ന് ചോദിക്കില്ല, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താലേ ഇവിടെ സർജറി ചെയ്യൂ എന്ന് പറയില്ല. അപ്പോൾ ആ നിലയിൽ നമുക്കിതാ സർക്കാർ സംവിധാനത്തിൽ മികച്ച സംവിധാനത്തോടെ ഒരു ആശുപത്രി. പ്രിയപ്പെട്ട MLA അവിടെ ഞാൻ നിയമസഭയിൽ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു അവിടെ എത്തും എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളത് ഡേറ്റ് തീരുമാനിച്ചത്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു, സന്തോഷം അറിയിക്കട്ടെ. ഒപ്പം നിന്നതിനും കൂടെ നിന്നതിനും പ്രതിസന്ധികളിൽ ഒപ്പം നിന്നതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.